ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരാഴ്ചയായി കണ്ടിട്ടല്ലേ? ഇടയ്ക്ക് കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കോട്ട്ലാൻഡിൽ നിന്ന് വരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ പോയ കഥയാണ് ഞാൻ പറഞ്ഞത്. അതിന് ശേഷം തിരിച്ച് ഞാനിപ്പം ഏട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, നാഗർകോവിൽ. അപ്പോൾ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മൾ തിരിച്ച് സ്കോട്ട്ലാൻഡിലേക്ക് വരാൻ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെ ഇവിടെ അടിപൊളി വെയിലായിരുന്നു കേട്ടോ. അവിടെ നല്ല മഴയാണെങ്കിൽ ഇവിടെ നല്ല വെയിലായിരുന്നു. അങ്ങനെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ നമ്മൾ അച്ഛന് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ആർമിയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിലുണ്ടായതാണ് ഞങ്ങളുടെ കല്യാണം. തിരിച്ചെത്തിയപ്പോഴത്തേനും ഉച്ച സമയമായി. വന്നപ്പോഴത്തേനും നല്ല അടിപൊളി ചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചി. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോഴാണ് വീട്ടിൽ ആൽബം ഇരിക്കുന്നത് കണ്ടേ. ശരി, പോകുന്നതിന് മുമ്പ് ആൽബമൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. കുറേ നാളായി ആൽബമൊക്കെ കണ്ടിട്ട്. വാശിക്കുട്ടി വിമാനം അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അങ്ങനെ എടുത്ത് കൊടുത്തതാണ്. ഇരുന്ന് കാണുമോ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കല്യാണ ആൽബം. അപ്പം ഇതിൽ അമ്മയുണ്ട്. അമ്മയാണ് ദക്ഷിണ മേടിക്കണേ. ആ പഴയ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അയ്യോ എത്ര മാറ്റമാണ് നമുക്കൊക്കെ. എന്നെയൊക്കെ നോക്കുക, ഓഹോ എന്താ ഒരു ചിരി. ഇത് റിസപ്ഷൻ്റെ ആൽബമാണ്. റിസപ്ഷന് ഈ ഫോട്ടോ ഞാൻ വേറെ ആരോ പോലാണ് ഇരുന്നത് കേട്ടോ. പിന്നെ ഇതാണ് റിസപ്ഷനുള്ള സാരി കേട്ടോ. ഇത് ഫ്രണ്ടിലോട്ടൊക്കെയാണ് കൊടുത്തത്. എങ്ങനെയൊക്കെയോ കൊടുത്തു. ഉടുപ്പിക്കാനൊക്കെ ആളുണ്ടായിരുന്നു, മേക്കപ്പ് ചെയ്യാനും. മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ തന്നെ മനസ്സിലായില്ല ഞാനാണോ എന്ന്. അങ്ങനെ ഏട്ടനോട് ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. കുറേ നാളായി നമ്മൾ ഈ ആൽബമൊക്കെ എടുത്തിട്ട്. ഇന്നിപ്പോൾ പൂജാമുറി വൃത്തിയാക്കിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് ആ ഒരു ഷെൽഫിലിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാത്തിനും എടുത്ത് വെളിയിലിട്ടപ്പം ചുമ്മാ ഇവർക്കെടുത്ത് കൊടുത്തതാണ്. നിങ്ങളിരുന്ന് കാണൂ, അങ്ങനെയെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കണ്ടേ. കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് പത്മനാഭപുരം പാലസിലെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോയാണിത് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആക്രി എടുക്കാനും ഒരു ചേട്ടൻ വന്നു. കുറേ ദിവസമായിട്ട് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുമല്ലോ, ഇത് നമുക്ക് ഉപകാരപ്പെടും കുറച്ച് നാൾ കഴിയുമ്പം. കുറേ കൂടുതൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമുക്കത് എന്തിനേലും ആവശ്യം വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ അത് മറന്നു പോകാൻ സമയം, അല്ലെങ്കിൽ അത് ചേരത്തില്ലായിരിക്കും. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു കൂടുതൽ. പിന്നെ ബുക്സുകൾ, പഴയ തുണികൾ, പിന്നെ അതൊക്കെ അങ്ങനെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കുറച്ച് ആയുർവേദ മെഡിസിൻസൊക്കെ വാങ്ങണമായിരുന്നു. അതൊന്നും അവിടെ കിട്ടില്ലല്ലോ. ഇവിടെ അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ പോകുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ കരിക്ക് കുടിക്കും. അപ്പോൾ ഒരാശ്വാസമാണ്. ഇവിടെ പിന്നെ നമുക്ക് എല്ലാം തൊട്ടടുത്ത് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നിട്ടാണ് പോണത്. അപ്പോൾ വന്നപ്പോൾ ഇവർക്ക് സമോസ, അതിരസമാണ് കേട്ടോ വട്ടത്തിലിരുന്നത്. അത് ഇവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ ഏട്ടനും കൂടെ ഇവിടെ പോയിരുന്നു ഈസി ബൈയിൽ. വാശിക്കുട്ടിയുടെയും വിമാൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സ് മാറണമായിരുന്നു. അങ്ങനെ അതൊക്കെ മാറി. ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഷോപ്പാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ ചെന്നൈയിലിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം വരെ ഓടി നടന്ന് കൊണ്ടുവരാനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത്. ഒരുപാടൊന്നുമില്ല, ഇനി അതിൽ കൂടുതലും മെഡിസിനും ഒക്കെയാണ്. അപ്പം നമ്മൾ ഒരു 9 മണിയാകുമ്പോഴത്തേന് ഇറങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഏട്ടനും പിള്ളേരും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി പോയിട്ട് കുറച്ച് പാക്കിങ് കൂടെ എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ചിരുന്നു. എന്നാലും നമ്മൾ അവസാനം ഇപ്പം പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചല്ലോ, ഇങ്ങനെ ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. എത്രയൊക്കെ നമ്മൾ പാക്ക് ചെയ്താലും അവസാനം വരെ എന്തെങ്കിലുമൊക്കെ കാണും കുത്തിത്തിരുക്കി വെക്കാൻ വേണ്ടി. പിന്നെ എല്ലാത്തിൻ്റെയും വെയിറ്റ് ചെക്ക് ചെയ്യണം. പിന്നെ ഒരുപാട് വെയിറ്റൊന്നുമില്ല, എന്നാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയെങ്കിൽ പിന്നെ നമുക്കൊരു മനസ്സമാധാനമാണ്. അതൊക്കെ ചെക്ക് ചെയ്യണം. അതൊക്കെ കഴിയുമ്പോഴത്തേന് ഫുള്ള് പാക്കിങ് പരിപാടിയൊക്കെ കഴിയും. ഞാനും പോയി ഇനി കുളിച്ച് റെഡിയായിട്ട് വരാം. ഇന്നിവിടെ ഗണപതിക്ക് വിശേഷമായ ഒരു ദിവസമായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ വരുന്ന ദിവസം സങ്കടകര ചതുർത്ഥിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഗണപതി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി പോയി നമുക്ക് ഗണപതിയെ തൊഴുതിട്ട് വരാം. പക്ഷിക്കുട്ടി വിമാനം കൊണ്ട് പോകുന്നു. ഇവിടെ നിത്യപൂജ ഉണ്ട് കേട്ടോ, രാവിലെ വൈകിട്ടും ഒക്കെ. അപ്പം ഇന്ന് വിശേഷ ദിവസമായതുകൊണ്ട് പ്രത്യേക പൂജയും കാര്യങ്ങളും. ഇഷ്ടംപോലെ ആൾക്കാർ വരും കേട്ടോ, നല്ല തിരക്കാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഗണപതി ഉള്ളതും. അതുപോലെ തന്നെ അമ്പലക്കുളവും. അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അങ്ങനെ എല്ലാം അടുത്തടുത്തടുത്തുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു ഒരു പോസിറ്റീവ് വൈബാണ്. അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു. സാധാരണ വിനായക ചതുർത്ഥിക്കൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ എല്ലാവരും അടുപ്പൊക്കെ കൂട്ടി കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചു. അപ്പോൾ ഇരിക്കുന്ന അമ്മയുടെ ഏറ്റവും വലിയ അനിയത്തിയാണ്.
അച്ഛനിവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാറ് വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗാണ്. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക്. വെളുപ്പാങ്കാലത്താണ് നമുക്ക് ഫ്ലൈറ്റ്. പിന്നെ ഒരുപാട് രാത്രി ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. എല്ലാ പ്രാവശ്യം പോകുമ്പോൾ അമ്മയാണെങ്കിൽ കാറിൻ്റെ അടുത്ത് വരെ വന്ന് നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞാണ് വിടുന്നത്. ഇനിയും തൊട്ട് ഇനി അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. അതൊക്കെ മിസ്സാവുന്നു. അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. നമ്മൾ പാതിരാത്രിക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഉറക്കക്ഷീണമാണ് എല്ലാവർക്കും. വിമാൻകുട്ടി പക്ഷേക്കുട്ടി നല്ല ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വിമാന് വിശക്കുന്നതായി. അങ്ങനെ പിന്നെ ഏട്ടൻ പോയിട്ട് എന്തോ കേക്കോ ക്രസൻറ്റോ ഏതാണ്ട് വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ കഴിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നേരം വെളുത്തത്. അപ്പോഴത്തേന് വിശപ്പായി. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഇപ്പം നമ്മൾ ഇനി ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കും അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇനി ഒരു അരമണിക്കൂറിൽ ഫ്ലൈറ്റ് എടുക്കും. അങ്ങനെ വർഷക്കുട്ടിയിട്ട് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ടൈമായി. ഇനിയിപ്പം നമുക്ക് ഫ്ലൈറ്റിനുള്ളിലേക്ക് പോവാം. നമ്മൾ എത്തിഗാർഡ് എയർവേസ് ആയിരുന്നെന്ന് തോന്നുന്നു വന്നത്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എല്ലാം മറന്നുപോയി. കുറേ 3-4 മാസം ആയില്ലേ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ സ്കോട്ട്ലാൻഡിലെത്തി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയത് എഡിൻബർഗിലേക്കാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നു. എന്നാൽ പിന്നെ അവരെ കൂടെ കണ്ടിട്ട് ഇനി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അത് മാത്രമല്ല അവർ പുതിയ ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് പോകാനും പറ്റിയിട്ടില്ലായിരുന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതുമില്ല. കാരണം നല്ല ടയേർഡായിരുന്നു. ചെന്നപ്പോഴേ ഫുഡൊക്കെ കഴിച്ചു. ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഉറങ്ങിയതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് എഴുന്നേറ്റത്. കാരണം അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല നമുക്ക് ടൈമിങ്ങും കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. ഇന്ന് വശക്കുട്ടിയുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമ്പത്തും ശിവപ്രിയയും സമ്മതിച്ചില്ല. ഇല്ല, ചെറിയ രീതിയിൽ നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി. വശക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ബർത്ത്ഡേ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ കൂടെ ആണ്. 13 വയസ്സ് തികഞ്ഞു. അങ്ങനെ ടീനേജർ കുട്ടിയായി ഇപ്പം. ഞാനും ഒരു ടീനേജർ കുട്ടിയുടെ അമ്മയായി. എന്ത് പെട്ടെന്നാണ് ദൈവമേ പിള്ളേരൊക്കെ വലുതാവുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് വലുതായി. അങ്ങനെ മൊത്തത്തിൽ ഹാപ്പി ആയി കേട്ടോ. വശക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് പാർക്കിലൊക്കെ പോയിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. എപ്പോഴും വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അന്നത്തെ ദിവസം നല്ല രീതിയിൽ നമ്മൾ ചിലവഴിച്ചെന്ന് പറയാം. പിന്നെ നമ്മൾ വന്നിട്ട് നൈറ്റ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇത് ഇവരുടെ ഫ്ലാറ്റ് സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഫ്ലാറ്റിൽ നിന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇവരുടെ വീട് ഹാർബറിൻ്റെ ഒരു സൈഡിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ ഷിപ്പൊക്കെ വരും. അപ്പോൾ ഞങ്ങളുള്ള സമയത്ത് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ നൈറ്റ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.